കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 18 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ യേശു തൻ്റെ ശിഷ്യന്മാരോട് ഒരു ഉപമ പറഞ്ഞു. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ വന്ന് അവനോട്, എതിരാളിക്കെതിരെ എനിക്ക് നീതി നടത്തി തരണമേ എന്ന് അപേക്ഷിക്കുമായിരുന്നു. കുറേ നാളത്തേക്ക് അവൻ അത് ഗൗനിച്ചില്ല. പിന്നീട് അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല. എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാനവൾക്ക് നീതി നടത്തി കൊടുക്കും. അല്ലെങ്കിൽ അവൾ കൂടെ കൂടെ വന്ന് എന്നെ അസഹ്യപ്പെടുത്തും. കർത്താവ് പറഞ്ഞു, നീതിരഹിതനായ ആ ന്യായാധിപൻ പറഞ്ഞതെന്തെന്ന് ശ്രദ്ധിക്കുവിൻ. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? അവർക്ക് വേഗം നീതി നടത്തിക്കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മളിന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗം നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന വിശ്വാസ ജീവിതവുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നമാണ്. അതൊരു ഉപമയിലൂടെ കർത്താവ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇതെന്താണെന്ന് ചോദിച്ചാൽ, പ്രത്യാശയോടെ വിശ്വാസത്തോടെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ നിലനിർത്തിക്കൊണ്ടു പോകാൻ പലപ്പോഴും നമുക്ക് സാധ്യമാകുന്നില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊരു വിഷയം വെച്ച് നിരവധി തവണ തമ്പുരാനോട് പ്രാർത്ഥിച്ചു. നമ്മൾ പ്രാർത്ഥിച്ച വിഷയം ഒന്നില്ലെങ്കിൽ ഇങ്ങനെ താമസം വരികയോ അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച വിഷയം ദൈവം കേൾക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായി നമ്മളിൽ സംഭവിക്കുന്ന ചില സംഭവ വികാസങ്ങളുണ്ട്. അതിനകത്തൊന്നാണ് നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശയും നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് സുവിശേഷം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ഭഗ്നാശരാകാതെ, പ്രതീക്ഷ നഷ്ടപ്പെടുത്താതെ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് കർത്താവ് ഉപമ പറഞ്ഞത്. അനേകരുടെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്. ചില വിഷയങ്ങൾ വെച്ചിങ്ങനെ പ്രാർത്ഥിച്ച് 1 വർഷം 2 വർഷം 3 വർഷം കുറച്ച് കഴിയുമ്പോൾ ഒരു പ്രതീക്ഷ പോയി, പ്രത്യാശ നഷ്ടപ്പെട്ട് അവസാനം ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തും. ഇതാണ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. ഇന്നലെ കൗൺസിലിങ്ങിന് ഒരമ്മയും സഹോദരനും കൂടി ഒരുത്തരം കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അവൻ ഇപ്പോൾ പക്ക നിരീശ്വരവാദിയാണ്. അവന് ദൈവത്തോടൊരു ബന്ധവുമില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ലെന്ന് അവൻ പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ എന്താ അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം എന്താ? പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നോളം പ്രാർത്ഥിച്ചൊന്നും ദൈവം എനിക്ക് തന്നിട്ടില്ല. ഞാൻ ഇത്രയും നാൾ എൻ്റെ ജീവിതത്തിൽ ചോദിച്ചത് പലതും എനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടിയിട്ടില്ല. എനിക്ക് ആവശ്യമായതൊന്നും എനിക്ക് ദൈവം തന്നിട്ടില്ല. ഞാൻ ചോദിച്ചു, നമ്മൾ ചോദിച്ചതെല്ലാം ദൈവം നമുക്ക് തരണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ പിന്നെ ദൈവത്തെ നമുക്ക് മറ്റേ സൂപ്പർ മാർക്കറ്റിലെ അവിടെ നിൽക്കുന്ന കടക്കാരനായിട്ടേ കാണാൻ പറ്റുള്ളൂ. ചോദിച്ചതെല്ലാം അത് ചോദിക്കുമ്പോൾ അത്, ഇത് ചോദിക്കുമ്പോൾ അല്ലേ? ദൈവം നമ്മുടെ അപ്പനാണ്. അപ്പന്മാരായിരിക്കുന്നവർക്കറിയാം മക്കൾ ചോദിച്ചെല്ലാം നിങ്ങൾ മേടിച്ചു കൊടുക്കാറുണ്ടോ? മാതാപിതാക്കൾക്കറിയാം മക്കൾ ചോദിക്കുന്നതെല്ലാം നിങ്ങൾ കൊടുക്കാറുണ്ടോ? ഇല്ല. അവരുടെ ചെറുപ്പം മുതലുള്ള അവരുടെ വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ അവർ ചോദിക്കുന്നതിൻ്റെ അതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിയും അവർക്കത് നന്മയാണോ എന്ന് തിരിച്ചറിയാനുള്ള ബോധവും ജ്ഞാനവും മാതാപിതാക്കൾക്കുള്ളപ്പോൾ മക്കൾ ചോദിക്കുന്നതെല്ലാം ഇന്ന് വരെയും ഒരു മാതാപിതാക്കളും കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുത്താൽ മക്കൾ എപ്പോൾ നശിച്ചു എന്ന് വിചാരിച്ചാൽ മതി. ചോദിക്കുന്നതൊക്കെ മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? ഒരിക്കൽ അവർ ചോദിച്ചത് നിങ്ങൾ കൊടുക്കാതിരുന്നാൽ അതോടുകൂടി ഇത്രയും നാളും നിങ്ങളോടുണ്ടായിരുന്ന ബന്ധം ആ മക്കൾ മുറിച്ചു കളയും. ചോദിക്കുന്നത് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നാൽ ഒരു സുപ്രഭാതത്തിൽ അവർ ചോദിക്കുന്ന ഒരു കാര്യങ്ങൾ കൊടുക്കാതിരുന്ന് നോക്കിയേ, അതോടുകൂടി ഇത്രയും നാളത്തെ നിങ്ങളുടെ സ്നേഹത്തിന് ഒരു വിലയില്ലാതായിത്തീരും. കാരണം എന്താ? ഞാനിപ്പോൾ ചോദിച്ചാൽ എൻ്റെ അപ്പൻ എനിക്ക് തന്നില്ല,
അപ്പം ഇത്രയും നാൾ 10-25 വർഷമായിട്ട് നിന്നെ വളർത്തി വലുതാക്കിയത് ഈ സ്നേഹത്തിലല്ലേ? അപ്പോൾ സ്നേഹിക്കുന്ന ഒരു അപ്പനാണ് നമ്മുടെ ദൈവമെന്നുള്ള യഥാർത്ഥ കാഴ്ചപ്പാടിലേക്ക് നമുക്ക് എത്താതെ പോയി കഴിഞ്ഞാൽ പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മൾ ദൈവത്തോട് ചോദിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ സഫലീകരിക്കപ്പെടാതെ വരുമ്പോൾ, നടക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എത്തി നിൽക്കുന്ന ഒരവസ്ഥ അവൻ്റെ വിശ്വാസം പോവും, അവരുടെ വിശ്വാസം നഷ്ടപ്പെടും. പിന്നെ നിരീശ്വരത്വത്തിലേക്കും മറ്റ് പ്രത്യയ ശാസ്ത്രങ്ങളിലേക്കും ദൈവത്തെ തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്കും, എനിക്ക് ദൈവത്തെ ആവശ്യമില്ല, ഞാൻ ചോദിച്ചൊന്നും എനിക്ക് കിട്ടിയില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് സ്വാഭാവികമായിട്ട് വീണുപോകും. അതുകൊണ്ടാണ് സുവിശേഷം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവ് വരുമ്പോൾ ഈ ലോകത്ത് വിശ്വാസം കണ്ടെത്തുമെന്ന് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം. നമ്മുടെ പ്രാർത്ഥന നമ്മൾ ദൈവത്തോടുള്ള റിലേഷൻഷിപ്പിൽ വരുന്ന കാര്യങ്ങളാണ്. എൻ്റെ അപ്പനോടുള്ള ബന്ധത്തിൽ വരുന്നതാണ് അതൊക്കെ. എൻ്റെ അപ്പനോട് എപ്പോഴും കണക്റ്റഡായിട്ടിരിക്കുന്നതാണ് പ്രാർത്ഥന. അപ്പം എൻ്റെ ആവശ്യം എന്തെന്ന് എൻ്റെ പിതാവിനറിയാം. അതുകൊണ്ടാണല്ലോ ചോദിക്കുന്നതിന് മുമ്പേ നിൻ്റെ ആവശ്യങ്ങൾ അറിയുന്നവനാണ് നിൻ്റെ ദൈവം. ശരിക്കും പറഞ്ഞ് നമുക്ക് ഒരു ആവശ്യത്തിനും, ഒരു ഭൗതിക ആവശ്യത്തിനും വേണ്ടിയിട്ട് ഒരു ദൈവ പൈതൽ ഈ ലോകത്ത് ദൈവത്തോട് ചോദിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ കഴിഞ്ഞ 15 വർഷത്തെ ശുശ്രൂഷ ജീവിതത്തിൽ ഇന്ന് വരെ എൻ്റെ ഒരു ഭൗതിക കാര്യത്തിന് ദൈവത്തോട് ചോദിക്കേണ്ടി വന്നിട്ടില്ല. എൻ്റെ ആവശ്യമില്ല. കർത്താവിനറിയാം നമുക്ക് ആവശ്യം എന്താണെന്ന്. ഇത് നമ്മൾ നമ്മുടെ ഭൗതിക കാര്യങ്ങൾ മാത്രം. എന്നാൽ ഇത്രമാത്രം തീഷ്ണതയോടെ നമ്മുടെ എത്ര പേര് ആത്മാവിലൊരു ജ്വലനത്തിനും ദൈവസ്നേഹത്തിൽ വളരാനും ക്ഷമിക്കാനുള്ള കൃപയ്ക്കായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദത്തിൽ ജീവിക്കാൻ വേണ്ടി നമ്മൾ എത്ര പേര് ഇതേ ദാഹത്തോടെ ചോദിച്ചിട്ടുണ്ട്? അതുകൊണ്ടാണല്ലോ വചനം പറയുന്നത്: ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവാൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവാൻ നിങ്ങൾക്കായി തുറന്നു കിട്ടും. എന്താണ്? പരിശുദ്ധാത്മാവിന് വേണ്ടി ചോദിക്കുന്നവൻ എത്രയോ അധികമായി ദൈവം നൽകില്ല എന്ന് പറയുന്നത്. അപ്പോൾ ആത്മാവിന് വേണ്ടി ചോദിക്കുന്നത് അത് നമ്മൾ ചോദിക്കുകയല്ല. എന്നിട്ട് പറയുന്നത്: അച്ഛാ, ഞാൻ പരീക്ഷയ്ക്ക് പാസ്സാകാൻ വേണ്ടി ചോദിച്ച് ഇത്രയും നാളും പരീക്ഷ എഴുതി കിട്ടിയില്ല, അതുകൊണ്ട് എനിക്കിനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. വിദേശത്ത് പോകാനുള്ള വിസ വെച്ച് ഇത്രയും നാൾ വെച്ചിട്ട് അത് റിജക്റ്റായി, അപ്പുറത്ത് കൊണ്ടുപോയി വെച്ച് അതും റിജക്റ്റായി, ഞാൻ പിന്നെ പ്രാർത്ഥിച്ചിട്ട് ധ്യാനം കൂടിയിട്ട് ഇവിടെ കൊണ്ടുപോയി വെച്ച് അത് റിജക്റ്റായി, അതുകൊണ്ട് ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദൈവത്തോടുള്ള ബന്ധം ഒരു വിസയും ഒരു ജോലിയും ഒരു വിവാഹവും ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ചിലർക്ക് ദൈവം എന്ന് പറയുന്ന ദൈവത്തോടുള്ള ബന്ധം. ഒരപ്പനാണ് എനിക്ക്, എൻ്റെ ദൈവം എൻ്റെ അപ്പനാണ്. ആബാ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നാണ് എല്ലാ ദിവസവും നമ്മൾ വിളിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വളരാത്തതാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ അനേകർ അനുഭവിക്കുന്ന ആത്മീയ പാപ്പരത്വത്തിൻ്റെ പ്രശ്നം. അതുകൊണ്ടാണ് നിസ്സാര കാര്യങ്ങളെ പ്രതി നിരാശപ്പെടുന്നതും ആകുലപ്പെടുന്നതും ദൈവസാന്നിധ്യം ഇല്ലാത്തവരെ പോലെ നമ്മൾ പെരുമാറുന്നതിന് കാരണം എന്താ? ദൈവത്തോടുള്ള ബന്ധമില്ലാത്തത് കൊണ്ടാണ്. നിസ്സാര കാര്യം ഇന്ന് മനസ്സ് തളർന്ന്, ജീവിതം തളർന്ന്, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച് ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത്, ഐ ക്വിറ്റ് മൈ ലൈഫ്, ഇന്നലെ വന്നിട്ട് പറഞ്ഞ ഐ ക്വിറ്റ് മൈ ലൈഫ്, നടന്നില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും, ഇനിയിപ്പോൾ എന്നാ കുഴപ്പം, ആർക്കാ കുഴപ്പം? അത് ചോദിച്ചാൽ ആർക്കാ കുഴപ്പം, ആർക്കാ നഷ്ടം? എൻ്റെ ജീവിതം ഞാൻ തീരുമാനിക്കും. കണ്ടോ? അപ്പോൾ ദൈവത്തോടൊരു ബന്ധമില്ലാത്തവൻ്റെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ, നിലപാടുകൾ, ജീവിതം വെച്ച് നീട്ടുന്ന അനുഭവങ്ങളോടുള്ള പ്രതികരണങ്ങളെല്ലാം ടോട്ടലി നെഗറ്റീവായിട്ട് മാറും. ദൈവസ്നേഹത്തിൽ നിന്നല്ലാത്ത, പ്രതീക്ഷയില്ലാത്ത, പ്രത്യാശയില്ലാത്ത ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് പോകും. അതുകൊണ്ടാണ് കർത്താവ് ശക്തമായ ഭാഷയിൽ ഒരു ഉപമയിലൂടെ പറയാണ്: നീതിരഹിതനായ ന്യായാധിപൻ തന്നോട് നിരന്തരം വിളിച്ചപേക്ഷിച്ച ഒരു വിധവയ്ക്ക് നീതി നടത്തി കൊടുത്തെങ്കിൽ നീതിമാനായ ദൈവം തൻ്റെ മക്കൾ വിളിച്ച് കരയുമ്പോൾ അവർക്ക് നീതി നടത്തി കൊടുക്കാൻ കാലവിളംബം വരുത്തുമോ എന്നുള്ളത് ചോദിക്കുന്നതിൻ്റെ അർത്ഥമാണ്. എൻ്റെ അപ്പനാണ്, എൻ്റെ മക്കൾ കരയുമ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ പിതാവ് എൻ്റെ അപ്പനാണ് എന്നുള്ള ബോധ്യത്തിലേക്കാണ് നമ്മുടെ ആത്മീയ ജീവിതം ഉയർത്തപ്പെടേണ്ടത്. ഈ ബലിയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം: കർത്താവേ, എൻ്റെ പ്രാർത്ഥന, എൻ്റെ യാചനകളൊക്കെ ഒരുപക്ഷെ എല്ലാത്തിനും ഉത്തരം കിട്ടണമെന്നില്ല, ചിലത് വൈകാം. എനിക്ക് നന്മയെന്തെന്നറിയുന്നവൻ എൻ്റെ ദൈവമാണ്. ഞാൻ ചോദിക്കുന്നതെല്ലാം തരുന്നവനല്ല എൻ്റെ ദൈവം, മറിച്ച് എനിക്ക് നന്മയായിട്ടുള്ളതും എൻ്റെ ആത്മരക്ഷയെ ബലപ്പെടുത്തുന്നതും എൻ്റെ സ്വർഗം നഷ്ടപ്പെടുത്താത്തതുമായ ആലോചനകളുടെ മേൽ ദൈവം തൻ്റെ ജ്ഞാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ അത് സ്വീകരിക്കാനുള്ള വിശ്വാസവും പ്രത്യാശയും ധൈര്യവും തരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി ഈ ബലിയിലൂടെ യാചിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.